പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. കർത്താവ് തൻ്റെ പരീക്ഷാകാലം കഴിച്ചതിന് ശേഷം കഫർന്നഹൂമിനെയാണ് പാർക്കുവാൻ വേണ്ടി ആദ്യമായി തിരഞ്ഞെടുത്തത്. ആ കഫർന്നഹൂമിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആ ദേശത്തെക്കുറിച്ച് പറയുന്നത്, ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അതിനുശേഷം ആ ദേശത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. റീജിയൻ ഓഫ് ഡെത്ത് ആൻഡ് ദ ഷാഡോ ഓഫ് ഡെത്ത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ റീജിയൻ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ദേശം എന്ന് പറയുന്നത്? ശ്വസിക്കുവാൻ വായു സപ്പോർട്ടില്ലാത്തതായ ഒരു സ്ഥലത്തെയാണ് റീജിയൻ ഓഫ് ഡെത്ത് എന്ന് വിളിക്കുന്നത്. മരണം 4 രീതിയിലാണ് മനുഷ്യനിൽ നടക്കുന്നത്. 1 നാച്ചുറൽ ഡെത്ത്, 2 ആക്സിഡൻ്റൽ ഡെത്ത്, 3 സൂയിസൈഡൽ ഡെത്ത്, 4 ഹോമിസൈഡ് ഡെത്ത്, നരഹത്യ. മനുഷ്യൻ സ്വയമായി മരിക്കുന്നു, മനുഷ്യൻ ആക്സിഡൻറ്റിൽ മരിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു. സാധാരണ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രകൃതിദത്തമായ മരണം മനുഷ്യനിൽ ഉണ്ടാകുന്നു. ഇവയെല്ലാം കൂടി ചേർന്ന് ചില ദേശങ്ങളെ ചില നിഴലിൻ കീഴിൽ കൊണ്ടുവരും. അതിനാണ് ഷാഡോ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. അവിടെ പ്രകാശമില്ല, അവിടെ ഇരുട്ട് അധിവസിക്കുന്നു. എന്നാൽ അങ്ങനെ ഇരുട്ട് അധിവസിച്ചിരുന്നതായ ഒരു ദേശമായിരുന്നു കഫർന്നഹൂം. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ കടന്നു വന്നപ്പോൾ അവിടെ ഇതാ ഒരു വലിയ പ്രകാശം ഉദിച്ചു. അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു വലിയൊരു വിടുതലിൻ്റെ ആവേശം വർദ്ധിക്കുകയുണ്ടായി. അവരിൽ അനേകരും ആക്സിഡൻ്റൽ ഡെത്തിലും നാച്ചുറൽ ഡെത്തിലും ഉറ്റവരുടെ വേർപാടിലും അനേക ആപത്തനർത്ഥങ്ങളിൽ മുഖേനയായി അനേകർ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയതായ ദുഃഖത്തിലും ഭാരത്തിലും അനേക വിധവമാരും അനേക അനാഥരും ചേർന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ കഴിഞ്ഞതായ ഒരു ദേശമായിരുന്നു കഫർന്നഹൂം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കാട്ടിലും ദുഃഖകരമായ ഒരു കാര്യം, അവിടെ ധാരാളം ജനങ്ങൾ തന്നെ അവിടെ നരഹത്യ നടത്തിയിരുന്നു. കൊലപാതകന്മാർ അധിവസിച്ചിരുന്ന ഒരു ദേശമാണ് കഫർന്നഹൂം എന്നാണ് ചരിത്രം വിളിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ദുഃഖം താങ്ങാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്യുക, ആത്മഹത്യക്ക് പ്രേരണപരമായ അല്ലെങ്കിൽ അവിടെയെല്ലാം ഒരു ആത്മഹത്യയുടെ പ്രേരണയുടെ കാറ്റ്, ഒരു നിഴൽ അധിവസിച്ചിരുന്നതായ സ്ഥലം. അങ്ങനെ മരണം ഒരു റീജിയനാക്കി, ഒരു പ്രദേശമാക്കി, മരണത്തിൻ്റെ ഒരു ഭരണത്തിൻ കീഴിൽ ഒരു കൂട്ടം ജനങ്ങളെ പാർപ്പിച്ചു. അതാണ് കഫർന്നഹൂം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവിടെ പ്രകാശം ഉദിച്ചു. അവിടെ പ്രകാശം ഉദിച്ചപ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യത്താൽ അവിടെ പ്രകാശം ഉദിച്ചപ്പോൾ, അവിടെ വായിക്കുന്നത് 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനിൽ പ്രകാശം ഉദിക്കാത്തിടത്തോളം കാലം അവന് മാനസാന്തരപ്പെടുവാൻ കഴിയില്ല. അവന് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതായ ഒരു കാഴ്ച ലഭിക്കുവാൻ കഴിയില്ല. നമ്മുടെ ഭവനങ്ങൾ, വ്യക്തിപരമായ ജീവിതം, നമ്മുടെ സമൂഹം, നാം ഉൾപ്പെട്ടു നിൽക്കുന്നതായ റീജിയൻസ് പലപ്പോഴും they are under the shadow of death. അവർ മരണത്തിൻ്റെ നിഴലിൽ കൂടെ കഴിഞ്ഞു പോകുന്നവരാണോ? അല്ല എങ്കിൽ ശ്വസിക്കുവാൻ ഒരു ഓക്സിജൻ സപ്പോർട്ടില്ലാതെ ദുഃഖിതരായി ഭാരപ്പെട്ട് കഴിയുന്നവരാണോ? ഭാരങ്ങളും പ്രയാസങ്ങളും പേറിക്കൊണ്ട് ജീവിതത്തിൽ അല്പം പോലും മുൻപോട്ട് പോകുവാൻ കഴിവില്ലാത്ത അധമമായ ജീവിതത്തിന് വിധിക്കപ്പെട്ടതായ ഒരു ജനങ്ങളാണോ? അവിടെ യേശു കടന്നു വരുമ്പോൾ അവിടെ ഇതാ വലിയൊരു പ്രകാശം ഉദിക്കുന്നു. ഒരു വലിയ ഡിഫറൻസ്, ഒരു വ്യത്യാസം, ഒരു വലിയ ചൈതന്യം ആ ദേശത്തുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശു കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ റീജിയൻ ഓഫ് ഡെത്ത് എന്നുള്ളതായ പേര് മാറ്റിയിട്ട് റീജിയൻ ഓഫ് ലൈഫ്, അതൊരു ജീവിതത്തെ ഒരു ജീവൻ നൽകുന്ന ഒരു ദേശമായി നമ്മുടെ ദേശം മാറും. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മൾ താമസിക്കുന്ന ദേശം, നാം ഇടപെടുന്ന ഇടങ്ങളൊക്കെ ജീവൻ്റെ തുടിപ്പുണ്ടാകും. എവിടെ യേശു ഉണ്ടോ
അവിടെ ജീവനുണ്ട്, അവിടെ ജീവജലനദി പുറപ്പെടുന്നു, അവിടുത്തെ മരങ്ങളൊക്കെ ശ്വസിക്കുന്നു, അവിടുത്തെ സസ്യങ്ങൾ ശ്വസിക്കുന്നു, അവിടുത്തെ ജീവജാലങ്ങളൊക്കെയും ജീവിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ ഈ പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തിലെ അടങ്ങാത്ത പരാതികൾക്ക്, അപരാധികൾക്ക്, പ്രശ്നങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, കണ്ണുനീരിന് യേശു നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഇതൊരു പ്രകാശം ഉദിച്ച് റീജിയൻ ഓഫ് ഡെത്ത് എന്നുള്ളതായ പേര് നിന്നിൽ നിന്ന് മാറ്റി റീജിയൻ ഓഫ് ലൈഫ് എന്നാക്കി തീർക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒത്തുചേർന്നൊരു പാട്ടിൻ്റെ ശീലുകൾ പാടുമ്പോൾ ആ റീജിയൻ ഓഫ് ഡെത്ത് അതിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ട് നമ്മളിൽ ക്രിസ്തുവിൽ കൂടിയുള്ളതായ ജയം സമ്മാനിക്കുന്നു.